ആറ്റിങ്ങൽ കോരാണി ഭാഗത്ത് ദേശീയപാത വികസനം വളരെ തകൃതിയായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഭാഗത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഈ പാത വികസനത്തിൻ്റെ ഭാഗമായി വ്യാപകമായിട്ടാണ് കുന്നിടിച്ചിൽ നടത്തി വരുന്നത്. പക്ഷേ ഈ കുന്നിടിച്ചിൽ ഇപ്പോൾ ഒരു പൊതുജനങ്ങൾക്ക് വളരെ അപകടകരമായിട്ടുള്ള ഒരു ഭീതി പടർത്തിയിരിക്കുകയാണ്. കാരണം ഈ ഭാഗം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മണ്ണെടുത്ത് എൻ്റെ ഫലമായിട്ട് തലസ്ഥാനത്ത് തുടർച്ചയായിട്ട് പെയ്ത മഴയിൽ ഇപ്പോൾ മണ്ണിടിച്ചിൽ സംഭവിച്ചിരിക്കുകയാണ്. ഈ വാർത്ത നമ്മൾ നേരത്തെ കൊണ്ടുവന്നിരുന്നു. അങ്ങനെ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ അശാസ്ത്രീയമായി മണ്ണെടുത്തത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ ചൊല്ലി ഇപ്പോൾ വ്യാപകമായിട്ട് ഇതിന് പരിഹാരമെന്നോണം മണ്ണ് വീണ്ടും മാറ്റുന്ന പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പാത വികസനം നടന്നുകൊണ്ടിരിക്കുന്ന ഈ മേഖലയിൽ വീണ്ടും ജനങ്ങൾക്ക് അപകടകരമായി മാറുന്ന രീതിയിൽ ഇപ്പോൾ മണ്ണിടിച്ചിൽ വ്യാപകമായി മാറുന്നത്. കൂറ്റം പാറകളും അതുപോലെ തന്നെ ഈ മണ്ണിനൊപ്പം തന്നെ ഈ ചെങ്കല്ലുകളൊക്കെയും ഇടിഞ്ഞു വീഴുന്നൊരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ ദേശീയപാതയിൽ ധാരാളം വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആറ്റിങ്ങൽ തിരുവനന്തപുരം ഭാഗത്തേക്ക് എപ്പോഴും പോകുന്ന ഈ ഭാഗത്താണ് ഇങ്ങനെ അപകടം സംഭവിച്ചത്. ഈ ദൃശ്യങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ മണ്ണിടിച്ചിരിക്കുന്ന മേഖല എന്ന് പറയുന്നത് സർവീസ് റോഡ് പാത വികസനവുമായി ബന്ധപ്പെട്ട് തന്നെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഭാഗത്താണ് ഇത്തരത്തിൽ മണ്ണ് ഇപ്പോൾ ഇടിഞ്ഞിരിക്കുന്നത്. നമുക്കൊപ്പം ഇപ്പോൾ ഈ ഭാഗത്തെ പൊതുപ്രവർത്തകർ കൂടി ചേരുന്നുണ്ട്. ചേട്ടാ, കഴിഞ്ഞ നാളുകളിലൊക്കെയും ഇത്തരത്തിൽ വാർത്തകൾ നമ്മൾ പുറത്തു കൊണ്ടുവന്നതാണ്. വീണ്ടും മണ്ണിടിച്ചിലുണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ അശാസ്ത്രീയപരമായിട്ടാണ് ഈ നിർമ്മാണ പ്രവർത്തനം ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ ഈ വിവരം വീണ്ടും കുന്നിടിഞ്ഞു. ഈ കുന്നിടിഞ്ഞതിന് ശേഷം റിപ്പോർട്ടർ ചാനലിനെ അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വാർത്ത റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിലാണ് ഗവൺമെൻറ്റിൻ്റെയും ബന്ധപ്പെട്ട അധികാരിയുടെ ഭാഗത്ത് രണ്ടാമത് ഇപ്പോൾ ഒരു നിർമ്മാണം നടക്കുന്നത്. ഈ നിർമ്മാണം ഉൾപ്പെടെ നമ്മൾ പറയുമ്പോൾ അശാസ്ത്രീയപരമായിട്ടാണ് നടക്കുന്നത്. കാരണം ഇന്നലെ തുടർച്ചയായുള്ള 2-3 ദിവസത്തെ മഴയിൽ തന്നെ ഇത്രയും ഭാഗം പാടെ പടലകണക്ക് റോഡിലേക്ക് പതിച്ചു. ഇനി ഇതിൻ്റെ അകത്തുള്ളൊരു പരിഹാര മാർഗമെന്ന് പറയുന്നത് ഈ കുന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്, അതായത് തിട്ടകളായിട്ട് ഇടിച്ചു നിർത്തുക. അതല്ലാതെ കരിങ്കല്ല് വെച്ചോ കോൺക്രീറ്റ് വെച്ചോ നിർമ്മിച്ച് മുകളിലോട്ട് ഭിത്തികൾ കെട്ടി നിർത്തിക്കൊണ്ട് പോകാൻ കഴിയുന്ന ഒരു സ്വഭാവം ഇവിടെ കാണുന്നില്ല. പിന്നെ വെള്ളാംശം ശരിക്കും പിടിച്ചു നിൽക്കുന്ന ഒരു ഭാഗമാണിത്. ഇതിൻ്റെ മുകൾ തട്ടിൽ ഏകദേശം 4.5 ഏക്കർ പുരയിടമാണ് ഈ കുന്നായിട്ട് കാണുന്നത്. CSI മിഷണറി സെക്ഷനിൽ വരുന്ന ഒരു പ്രൈവറ്റ് പുരയിടമാണ്. ഇത് സ്വകാര്യ ഭൂമിയല്ല, ഈ ഒരു പള്ളിയുടെ ഒരു ഭൂമിയാണ്. അത് ഏറ്റെടുക്കണം, ഗവൺമെൻറ് ഏറ്റെടുക്കണം. അല്ലാതെ ഇത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ അശാസ്ത്രീയമായ രീതിയിലുള്ള പ്രവർത്തനമായി നടത്താൻ പറ്റൂ. അതും കൂടെ ഈ മറ്റു വസ്തുവും കൂടെ ഏറ്റെടുത്തുകൊണ്ട് മാത്രമേ ഇത് ക്ലിയറാക്കി കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇതെല്ലാം പയ്യെ പോക്കുന്നവർ ഒരുപാട് നാളുകളായി ഈ പണി ഇഴഞ്ഞാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലം ജില്ലയിലൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ ഈ തിരുവനന്തപുരം ജില്ലയിൽ ഈ ഭാഗത്ത് വളരെ സ്ലോ ആയിട്ടാണ് ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, അശാസ്ത്രീയമായ രീതിയിലുള്ള പ്രവർത്തനം, ഇവിടെ കുടിവെള്ളക്ഷാമം, ഇവിടെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഇടിഞ്ഞു വീഴുന്നത് വലിയ ജനങ്ങളെ ബാധിക്കുന്ന, നാട്ടുകാരെ ബാധിക്കുന്ന വലിയ വിഷയങ്ങളാണ്. ഇന്നലെ രാവിലെ ഇതേപോലെ ഇടിഞ്ഞു വീഴുന്നതാണ്. അങ്ങനെ ദേശീയപാത വികസനം തിരുവനന്തപുരം ജില്ലയിൽ വളരെ മെല്ലപ്പോക്കായിട്ടാണ് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പൊതുപ്രവർത്തകർ അടക്കമുള്ളവർ സൂചിപ്പിക്കുന്നത്. ഇതിൽ പ്രധാനമായും 50 മീറ്റർ ഉയരത്തിലാണ് ഇപ്പോൾ ഈ മണ്ണെടുത്തിരിക്കുന്നത്. അത് ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ അശാസ്ത്രീയമായി ആണ് എന്നുള്ളതാണ്. അതിനി പരിഹാരം കാണണമെങ്കിൽ തൊട്ടടുത്തുള്ള ഭൂമി സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് ആ മണ്ണ് നീക്കിയാൽ മാത്രമേ ഈ അപകട ഭീതി മാറുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ആറ്റിങ്ങൽ ഭാഗത്തുള്ള ഈ പൊതുപ്രവർത്തകർ സൂചിപ്പിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് റീജുവിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.